രാജസ്ഥാനിൽ എന്താ ഇത്രയ്ക്കും കാണാനുള്ളത്? കുറെ മരുഭൂമിയും ചൂടും ഫോർട്ടും. അവിടെ പോകുന്നതിന് മുന്നേ ഉള്ള എന്റെ ധാരണ ഇതായിരുന്നു. പക്ഷെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഓരോ സ്ഥലങ്ങളും കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കും ഇത് മൊത്തത്തിൽ മാറി. ഐ സ്റ്റാർട്ടഡ് റിഗ്രറ്റിംഗ്. രാജസ്ഥാനിൽ വരാൻ എന്താ ഇത്ര ലേറ്റ് ആയത്? ഐ ഫെൽ സംതിങ് മാജിക്കൽ അബൌട്ട് ദിസ് പ്ലേസ്. നമ്മളെ വീണ്ടും വീണ്ടും തിരിച്ചു വരാനായിട്ട് അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. രാജസ്ഥാനിലെ 4 മേജർ സിറ്റീസിലേക്കാണ് നമ്മൾ പോയത്: ജയ്പൂർ, ജയ്സാൽമർ, ഉദയ്പൂർ ആൻഡ് ജോധ്പൂർ. സോ ദിസ് ഇസ് എപ്പിസോഡ് 1 ഓഫ് രാജസ്ഥാൻ സീരീസ് ഫീച്ചറിംഗ് ജയ്പൂർ. നമ്മൾ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് നേരെ ജയ്പൂർ എയർപോർട്ടിലേക്കാണ് പോയത്. വി റീച്ച് ദേ ബൈ മിഡ് നൈറ്റ്. അടുത്ത ദിവസം രാവിലെ മുതലാണ് എക്സ്പ്ലോറേഷൻ. ഹവാമഹലിനടുത്തായിരുന്നു നമ്മുടെ സ്റ്റേ. സ്കൂട്ടി റെന്റ് എടുത്തിട്ടാണ് നമ്മുടെ കറക്കം. അതാണ് ഏറ്റവും അഫോർഡബിൾ. റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഹവാമഹൽ. സോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമുക്ക് സ്ഥിരം ഹവാമഹൽ കാണാൻ പറ്റും. ഓൺ ഡേ 1 ഓഫ് ജയ്പൂർ നമ്മൾ ആദ്യം പോയത് ആംബർ ഫോർട്ടിലേക്കാണ്. 400 ഇയേഴ്സ് പഴക്കമുള്ള ഒരു ഫോർട്ട്. ഇവിടെ കുറെ ബോളിവുഡ് ഫിലിംസും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇത് നമ്മൾ ആ പടത്തിൽ കണ്ടതല്ലേ എന്ന് നമുക്ക് തോന്നും. എസ്പെഷ്യലി ജോധ അക്ബറിലെ കുറെ സീൻസ്. ഡേ 1 ഇനിയും കുറെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ടൈം ലിമിറ്റ് ഈ റീലിൽ തികയില്ല. സോ നമുക്ക് അതൊരു ഡെഡിക്കേറ്റഡ് റീലായിട്ട് ചെയ്യാം ആസ് എ സീരീസ്. ഈ 2 വീക്സ് രാജസ്ഥാൻ ട്രിപ്പിന്റെ കംപ്ലീറ്റ് പ്ലാനിങ്ങും ഐനറി എല്ലാം നമ്മുടെ തന്നെയാണ്. സോ ഇഫ് യു വോണ്ട് ദ ഡേ വൈസ് കംപ്ലീറ്റ് ഐനറി, ഡു കമന്റ് രാജസ്ഥാൻ. വിൽ ഡയറക്ട്ലി മെസ്സേജ് ഇറ്റ് യു. ഓൾസോ രാജസ്ഥാൻ ട്രിപ്പ് ഫുൾ ഒരു സീരീസ് ആയിട്ട് നമ്മുടെ പേജിൽ റീൽ ആയിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.